ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. സൗത്ത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ ഖത്തർ എന്ന് പറഞ്ഞ ചെറിയ രാജ്യം, സാമ്പത്തികമായിട്ട് ഓയിൽ റിച്ചും ഗ്യാസ് റിച്ചായുള്ള രാജ്യത്തെ പറ്റി. അപ്പോൾ അവർ ഇന്ത്യയിലെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അൺഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു ഉപരോധം സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ജോബ് വിസ കൊടുക്കുന്ന കാര്യത്തിൽ അവർ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റേ ആ നേവൽ ഓഫീസേഴ്സിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ശേഷമാണ് അത് പ്രത്യക്ഷത്തിൽ ആൾക്കാർക്ക് വിസിബിൾ ആകാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവർ ഈ സംഭവത്തിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് ഡീറ്റെയിൽ. അതായത് ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും ജോബ് വിസ കൊടുക്കുന്നില്ല, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല, അവർക്ക് ജോബ് വിസ കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയുന്ന ഔദ്യോഗികമായിട്ടല്ല, അൺഡിക്ലെയർഡ് ആയിട്ടാണ് ഇവർ ഏർപ്പെടുത്തിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുള്ള ചില ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ മുഴുവനും തെറ്റാണ്, അങ്ങനൊരു സംഭവം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വീഡിയോ ഒക്കെ ചെയ്യുന്നു. പിന്നീട് ഞാൻ 2 ദിവസം മുമ്പ് അറിയാൻ സാധിച്ചു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് മോദി ഗവൺമെൻറ് ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട ആ ഇഷ്യൂ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. കാരണം എന്നെ വളരെ സീനിയർ ആയിട്ടുള്ള പല ഒഫീഷ്യൽസും വിളിച്ചു ഇത് വന്ന ശേഷം. അതായത് മനസ്സിലാക്കുക, കേരളത്തിൽ നിന്ന് മലയാളം ഒരു യൂട്യൂബ് ചാനൽ മാത്രമേ ഞാനിപ്പം ചെയ്യുന്നുള്ളൂ. ബാക്കി 1-2 ഇൻ്റർനാഷണൽ മീഡിയയ്ക്ക്, അതായത് വയർ ഏജൻസിക്ക് മാത്രമാണ് ചില കാര്യങ്ങൾ അവർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ സ്റ്റോറി ഞാനിത് ചെയ്യുകയും ഇത് വളരെയധികം വരികയും അതിന് ശേഷം ഉണ്ടായൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രത്യേകതയുള്ള സംഭവം എന്ന് പറയുന്നത്, ഖത്തർ ഗവൺമെൻറ്റിനെതിരെ ഇന്ത്യ ഗവൺമെൻറ്, അതായത് ഇന്ത്യയുടെ ഖത്തറിലുള്ള ഡിപ്ലോമാറ്റിക് എംബസി അവരോട് ഇതിൻ്റെ വിശദീകരണം ചോദിക്കുന്ന, ഇങ്ങനെ സംഭവം ശരിയാണോ അല്ലയോ. പെട്ടെന്നാണ് ആക്ഷൻ ഉണ്ടാകുന്നത്. അതിനുശേഷം ഡൽഹിയിലുള്ള ഖത്തർ എംബസിയുടെ സീനിയർ ഒഫീഷ്യൽസിനെ, അംബാസിഡറിനെയും വിളിച്ചു വരുത്തിയിട്ട് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ശക്തമായ രീതിയിലാണ് താക്കീത് കൊടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി എത്രയും വേഗം വിശദീകരണം തരണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം, എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത് റിയാക്ട് ചെയ്തത്. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ ഖത്തർ എംബസിയുടെ വിശദീകരണം ആവശ്യപ്പെടുന്നു. അവസാനം അവരുടെ ഒരു റിയാക്ഷൻ കൊടുത്ത ശേഷം ഡൽഹിയിലുള്ള ഖത്തർ എംബസിയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ടു, ഇതിങ്ങനെ സംഭവം ഉണ്ടോ ഇല്ലയോ. എന്നിട്ട് അറിയുവാൻ സാധിച്ചത്, അതായത് ഇന്ത്യ ഗവൺമെൻറ് ഈ ഖത്തർ അംബാസിഡറോട് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ഒരു കാരണവശാലും ഇതേപോലെ ഏതെങ്കിലും രാജ്യം, ഇന്ത്യയിൽ നിന്ന് ജോലിക്കാർ പോകുന്നുണ്ട്, അവിടെ ഇതേപോലെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം സെക്യുലറിസ്റ്റിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. മറ്റൊരു താക്കീതും കൊടുത്തു, ഇനിയും താങ്കൾക്ക് വേണ്ട എങ്കിൽ ഒരു ഇന്ത്യക്കാരനെയും താങ്കൾ അവിടെ ജോബ് വിസയിൽ എടുക്കണ്ട. പക്ഷേ ഇതേപോലെയുള്ള ഡിസ്ക്രിമിനേഷൻ ഞങ്ങൾ അനുവദിക്കില്ല. അതായത് വാൺ ചെയ്തു ഖത്തറിന്. എന്നിട്ട് അതിൻ്റെ റിപ്ലൈ കിട്ടും. എന്നതിൻ്റെ റിപ്ലൈ അതിനനുസരിച്ച് ബാക്കിയുള്ള തീരുമാനം എടുക്കും. ഇവിടെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ ഈ സ്റ്റോറി ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി അല്ല ഫർദറായിട്ടും ഈ ഒഫീഷ്യൽസ് പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യുന്നത്. ഇന്ത്യക്കാരായ ബിസിനസ്സുകാർക്കെതിരെ ഖത്തർ ഗവൺമെൻറ് അൺഡിക്ലെയർഡ് ആയിട്ടുള്ള വലിയ ഹറാസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതായത് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഈ ഗുജറാത്തിൽ നിന്നുമാണ് ടൈൽസ് പോകുന്നത്. ഇപ്പോൾ GCC രാജ്യങ്ങളിൽ ടൈൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഏതാണ്ട് 20-22ഓളം കമ്പനിയുണ്ട് സൗദി അറേബ്യയിൽ. അവർ നേരത്തെ ആൻറ്റി ഡംപിങ് ലോ ഒക്കെ കൊണ്ടുവന്നിരുന്നത് സംഭവം സത്യമാണ്. പക്ഷേ ഖത്തറിൽ നിന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് പോകുന്ന, അവിടെ ബിസിനസ് ചെയ്യുന്ന, ട്രേഡ് ചെയ്യുന്ന ടൈൽസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ടൈൽസിൻ്റെ മേളിൽ 44% ടാരിഫ് അഡീഷണലായിട്ട് ഇവരങ്ങ് ഏർപ്പെടുത്തി. പകരം ചൈനീസ് ടൈൽസ് വരുന്നുണ്ട്, അവർക്ക് ഈ അഡീഷണൽ ടാരിഫ് ഒന്നുമില്ല. അവർക്ക് പഴയ 10-12% പഴയ രീതിയിലാണ് ഇത് പോകുന്നത്. പക്ഷേ ഇന്ത്യക്കാർക്ക് 44% അഡീഷണൽ ടാരിഫ് ഏർപ്പെടുത്തി. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും, അതായത് തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന മുട്ടകൾ, അത് ചെയ്യുന്ന ട്രേഡേഴ്സിനെതിരെ ഏകദേശം 15 കോടിയുടെ മുട്ടകൾ തിരിച്ചയച്ചു. ആ കൺസൈൻമെൻറ്റ്
അതായത് ഖത്തർ ഇന്ത്യക്കെതിരെ അൺഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു സാങ്ഷനും വാറുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബേസിക്കലി ഖത്തറിനെ സ്നേഹിക്കുന്ന കേരളത്തിലെ ഫാനുകൾ സുഡാപ്പികൾക്കൊന്നും ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞു, ഖത്തർ എന്ന് പറഞ്ഞ ഒരു പീക്രി, ഒരു പൂന പോലുള്ള സംഭവം. ഇതിനകത്തോട്ട് അവർ ഇന്ത്യയോട് ഈ അൺഡിക്ലെയർഡ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും ഇന്ത്യ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് വരാനുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു വേറെ കാര്യം പറഞ്ഞു, മോദി ഗവൺമെൻറ് ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും, അതായത് ഇന്ത്യക്കാരുടെ കൂടാണ്. കാരണം അത് ഇന്ത്യൻ പ്രൈഡ് ഉണ്ടാക്കിയെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അപ്പോൾ ഡയസ്പോറയുടെ സംഭവം നിങ്ങൾക്കറിയാം. കാരണം BJP എന്ന് പറഞ്ഞ പാർട്ടി 3-ാം പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോൾ ഡയസ്പോറ മോദിക്ക് കൊടുത്തൊരു പിന്തുണയുണ്ട്. ഇപ്പോൾ അടുത്ത സമയത്ത് കുവൈറ്റിൽ പോയപ്പോൾ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ആ ഒരു സംഭവം, അതായത് ഒരു ഇന്ത്യ പ്രൈഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന രീതിയിലാക്കിയെടുത്ത മോദി ഒരു കാരണവശാലും ഇന്ത്യക്കാരന് ഏതെങ്കിലും രാജ്യത്ത് ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ സഫർ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കൃത്യമായിട്ടങ്ങ് പറയാം. ബേസിക്കലി ഇന്ത്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ആനിമൽ കാറ്റഗറി എടുത്തു കഴിഞ്ഞ് ഇന്ത്യൻ ടൈഗേഴ്സാണ്, ബംഗാൾ ടൈഗേഴ്സാണ്. നിങ്ങൾക്കറിയാം ബംഗാൾ ടൈഗേഴ്സ് എന്താ സംഭവമാണ്. അത് ബേസിക്കലി ഉപദ്രവിക്കാനൊന്നും പോകത്തൊന്നുമില്ല, ഹണ്ട് ചെയ്യേണ്ട സമയത്ത് ഹണ്ട് ചെയ്യും. പക്ഷേ ഫെറോഷ്യസ് ആണ്, അറ്റാക്ക് ചെയ്യുമ്പോൾ വല്ലാതെ കയറി അറ്റാക്ക് ചെയ്യും. അതായത് ഈ ഖത്തർ എന്ന് പറഞ്ഞ അവന് പണം മാത്രമേ ഉള്ളൂ, അവന് ഈ ബോധവും ജ്ഞാനവും ക്ലാപ്പും കോപ്പും ഒന്നുമില്ല. ഇവിടെ മറ്റൊരു ബൈലാറ്ററൽ ഡിപ്ലോമാറ്റിക് ടോക്സും കൂടെ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. ഇൻ കേസ് ഖത്തറുമായിട്ട് പ്രശ്നമാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിലുള്ളവരുടെ ജോബ്, അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഏതൊക്കെ രാജ്യത്ത് മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് പോകാൻ സാധിക്കും, ആ രീതിയിൽ വരെ ടോക്സ് സ്റ്റാർട്ട് ചെയ്തു. അതായത് സൗദി അറേബ്യയുമായിട്ടും UAE-യുമായിട്ടും. കാരണം ഇത്രയും പേര് ഇപ്പോൾ ഒറ്റയടിക്ക് ഇന്ത്യയിലോട്ട്, കാരണം ആ രീതിയിലോട്ട് ഇന്ത്യ കടന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെൻറ് പഴയ ഇന്ത്യയും അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് പവർഫുൾ നേഷനാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള നേഷനും. അതുമല്ല, ലോകത്തിലെ 5-ാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ് ഇന്ത്യ. ആ രാജ്യത്തോട് കയറി കളിക്കുമ്പോഴും അത് സൈനിക ശക്തി, അല്ലാതെ ഷോക്കേസിൽ മേടിച്ചിരുന്ന റഫേലും മേടിച്ചിരിക്കുന്ന കാട്ടറബി അല്ല ഇന്ത്യ. അത് ആദ്യം മനസ്സിലാക്കുക. ടെക്നോളജി ഫ്രണ്ടിലും വളരെ മുന്നിലാണ് ഇന്ത്യ. ഇന്ത്യയുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള ലോകത്തിലെ രാജ്യങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അവർക്ക് ആവശ്യമുണ്ട്. അവർക്കൊന്നും ഈ ഖത്തറിനെയും ക്ലാപ്പും കോപ്പും അവർക്ക് ആവശ്യമൊന്നുമില്ല. ആദ്യം തലയ്ക്കകത്തിടുക. അവനെല്ലാം പണം കൊടുത്താണ് വാങ്ങുന്നത്. ഈ പണമല്ല ബേസിക്കലി എല്ലാ ഭാഗത്തും വർക്കൗട്ട് ചെയ്യുന്ന പല സന്ദർഭങ്ങളിൽ. അതായത് മനസ്സിലാക്കുക, ഇപ്പം ഖത്തറിന് അവർക്ക് പണം കൊടുത്ത് പലതും സാധിക്കും. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ പണമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യക്കാർ, അതായത് ഇന്ത്യൻസ് എന്ന് പറയുന്ന സംഭവം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ടാലൻ്റാണ്. അതായത് നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന 5 കമ്പനികളുടെയും CEO എന്ന് പറയുന്നത് ഇന്ത്യൻ ഒറിജിനാണ്. അതായത് അത് അത്ര വലിയ ബന്ധമാണ് ഇന്ത്യ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളായിട്ടും ഓസ്ട്രേലിയ ആയിട്ടും ഈ രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക്, പ്രത്യേകിച്ച് അറബ് നേഷനായ UAE ആണെങ്കിലും അതേപോലെ തന്നെ സൗദി അറേബ്യ ആയിട്ടുള്ള മറ്റുള്ള നേഷൻസുമായിട്ട് ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഖത്തർ പോലെ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് ഭീകര പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല. ഞാൻ പറഞ്ഞ 2-ാമത്തെ വീഡിയോയ്ക്കകത്ത് ഒരു ഇഷ്യൂ ഞാൻ റൈസ് ചെയ്തു. അതായത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യക്കെതിരെയുള്ള ഇന്ത്യൻ ഹിന്ദുസിനെതിരെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പ്രോത്സാഹനം കൊടുക്കുന്നത് ഖത്തർ സർക്കാരാണ്. ഇത് ഞാൻ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി അന്വേഷണം വളരെ ശക്തമായ രീതിയിലാണ് പോകുന്നത്. ഇത് രണ്ടും കൂടെ മൂലക്കിരുത്തി ഇന്ത്യ ഖത്തറിനെ ഒതുക്കും. ഇത് ഞാൻ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവിടെ ജോലി ചെയ്യുന്ന ജനങ്ങളോടും കൂടെ പറയുകയാണ്. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത്. കാരണം ഡയറക്റ്റായിട്ടല്ല ഇടപെടുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഹിന്ദുക്കളായിട്ടുള്ളവർ, ഒറിജിനായിട്ടുള്ളവർ, ബംഗ്ലാദേശ്, അവർക്കെതിരെ ഇത്രമാത്രം ക്രൂരമായ അറ്റാക്ക് നടത്തുവാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിക്ക് ഫണ്ടിങ് നടത്തുന്നത് ഖത്തർ ഗവൺമെൻറ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഖത്തറിൻ്റെ അമീറും തമീറും ഈ പറയുന്നിടത്തൊന്നും ഇരിക്കത്തൊന്നുമില്ല. ഇത് മറക്കുകയൊന്നും ചെയ്തത് ഇബ്രാഹിം റൈസിക്കുണ്ടായ സംഭവം. ഇന്ത്യ അതിലൊന്നും പുറകോട്ട് പോകുന്ന രാജ്യമൊന്നുമല്ല. ഇന്ത്യ അത് പാകിസ്ഥാനെ കാണിച്ചു കൊടുത്തു, ഇന്ത്യ കാനഡയെ കാണിച്ചു കൊടുത്തു, അമേരിക്കയിൽ കാണിക്കാൻ പോയതാണ്. പിന്നാണ് ഒരു പീറ ഖത്തർ, അത് ഖത്തർ ഫാൻസുകളുടെ തലയിലിടുക. ഓക്കെ,
ഇന്ത്യക്ക് ഖത്തർ ഒരു പുല്ലുമല്ല, ഒരു പുല്ലുമായിട്ട് എടുക്കുന്നില്ല. നിങ്ങൾ എത്ര രീതിയിലോ ഗ്യാസ് കൊടുക്കാമെന്ന് പറഞ്ഞാലും എങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞാലും അതൊക്കെ സഫർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഇന്ത്യക്കാർ തയ്യാറ്. കാരണം മോദി ഗവൺമെൻറ് അധികാരത്തിൽ വളരെയധികം ടാക്സുകളും സബ്സിഡിയും ഒക്കെ എടുത്തു കളഞ്ഞു. എന്നിട്ട് മോദി ഗവൺമെൻറ് അധികാരത്തിൽ കയറിയില്ലയോ? അതായത് ഇന്ത്യൻ പ്രൈഡ് എന്ന് പറഞ്ഞത് അറബി പ്രൈഡ് അല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യക്കാർ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പിന്നെ ഖത്തർ ഫാൻസുകൾക്ക് ഭയങ്കര താല്പര്യമാണെങ്കിൽ നിങ്ങൾ ഖത്തറിലോട്ട് പോയിച്ചു, അത്രയേ ഉള്ളൂ പറയാൻ. അതായത് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന കഴിഞ്ഞ 3 വീഡിയോയിൽ പറയുന്ന കണ്ടന്റുകൾ, അതായത് അത് വാല്യുവേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ബേസിക്കായിട്ട് അതിന് ഫണ്ടമെൻ്റലി ഈ പറയുന്ന മുഴുവനും സത്യമായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടായത്. ഇന്ത്യ ഖത്തറിനെതിരെ അറ്റാക്ക് ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയും, അതൊന്നും അല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ജാതി മത സമൂഹത്തിനകത്ത് വിഘടിപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെ മുതലെടുക്കുവാനും അതേപോലെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് ചെയ്ത് അവിടെയുള്ള ഹിന്ദുക്കളുടെ അറ്റാക്ക് ചെയ്യുവാനും ഖത്തർ ശ്രമിക്കുകയാണെങ്കിൽ അവസാനമായിട്ട് പറയാം, ഖത്തറെ നീ പോകുന്ന രീതി ശരിയല്ല. ഇബ്രാഹിം റൈസിയുടെ കാര്യം, കാരണം ഇസ്രായേലിൽ നിന്ന് നോക്കി വെച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും നോക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത്രമാത്രം സംഭവം വഷളാക്കിയതാണ്. ട്രംപ് വരികയും ചെയ്യുകയാണ്. സംഭവം പിടികിട്ടിയല്ലോ, എവിടുന്ന് എങ്ങോട്ട് പോകും? കാരണം ഇന്ത്യ തന്നെ, കാരണം ഖത്തറിൻ്റെ അംബാസിഡറെ വിളിച്ച് താക്കീത് കൊടുത്തപ്പോഴേ ഖത്തറിനെ മനസ്സിലാക്കിക്കണം, ഈ പറയുന്ന പണത്തിലും ജാടയിലും ഒന്നുമല്ല ഈ പറയുന്ന അമീർ പോലും അവിടെ ഇരിക്കാൻ സാധിക്കില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറയുമ്പോൾ ഇതും ഖത്തർ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ്.